പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. SP ബാലസുബ്രഹ്മണ്യം ഫൗണ്ടേഷൻ 5ാമത് ആനിവേഴ്സറി കൊല്ലം സോപാനം സരസ്വതി ഹാളിൽ നടന്നു. ശ്രീ ഷാജു കിളികല്ലൂർ അധ്യക്ഷനായ ചടങ്ങിൽ ശ്രീ നന്ദന ഉദയൻ ഈശ്വര പ്രാർത്ഥന ചൊല്ലി ശ്രീമതി ഭാവന രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണക്കാട് ഗോപൻ, ശ്രീ താജുദ്ദീനെ, ശ്രീ സൈഫുദ്ദീൻ സിറിൽ തുടങ്ങി മറ്റ് ഫൗണ്ടേഷൻ അംഗങ്ങളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. തുടർന്ന് ഗന്ധർവ സന്ധ്യ, മെമൻഡോ ഏറ്റുവാങ്ങലും ആദരിക്കൽ ചടങ്ങും നടന്നു. പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം. വരുമഴയിൽ പനിമഴയിൽ പരുവനിലാതിനക്കരെ മുകിലെടുത്ത് മുഖം തുടയ്ത്ത് വീഴും വരെ നടിമഴയും. വരുമഴയിൽ പനിമഴയിൽ പരുവനിലാതിനക്കരെ മുകിലെടുത്ത് മുഖം തുടയ്ത്ത് വീഴും വരെ നടിമഴയും. വനവീതിയിൽ മേഘമൂർവനം കടുപ്പുതിലെ ആളുകൾ തരും പരുവമകൾ വിഴികളിലെ കനവു വരും. ഇളയനില ഒഴുകിയതേ ഉലപ്പൂമേഘം കടകടമേ വിഴക്കാളുമേ വാഴവേ. ഇളയനില ഗുരുവായൂരപ്പ 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 നാം കൊണ്ടാതെ നീതാനേ സാക്ഷി. തേനാത്മം കരയിൽ ദൈവീക കുരൽ ആരാം ഒരു പാട്ടി To welcome you all to the 5th anniversary celebration of SPB Foundation and Onam celebration. Let's begin with our esteemed President, Shri Shaju Kilikallur, associated with Vintage House,
an audio network shop at Chinnakada, Kollam. I request you to come forward. And dear group members, it's my honor to welcome you all to the 5th anniversary celebration of SPP Foundation and Onam celebration. Let's begin with our esteemed President, Sri Shaju Kilikalur, associated with Vintage House, an audio network shop at Now we have renowned playback singer Manakad Gobind sir, a big fan of the legendary S.P. Balasubramaniam. He has carved his own Nike in the Srimati Bhavana Radhakrishnan, our chief guest and patron of our foundation. She is a Carnatic singer in Malayalam cinema. She was awarded a doctorate in music by the University of Kerala. She is a music educator and known as a performer of devotional. She received the 1997 Kerala State Film Award for the Best Singer for the song Ennodendini Pidakam in the film Kaliyattam. So ma'am, I request you to come to the dais. Singer Manakad Gobind sir, a big fan of the legendary S.P. Balasubramaniam, he has carved his own Nike in the music industry with his unique style and expression. I request you to come to the dais. Sri Saifuddin to deliver a speech. He is the main fellow of various cultural organizations in Kollam district. He is an excellent player of tabla, mridangam and etc. So please come to the dais. Yes. Thank you, sir. Now, Lajutan sir to the dais. നമസ്കാരം പറയുന്നു. ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഓണാഘോഷം എന്നതിലുപരി വിശ്വവിഖ്യാത മഹാഗായകനായ SPB സാറിൻ്റെ നാമധേയത്തിൽ രൂപീകൃതമായ SPB ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഈ സംഘടനയുടെ 5ാം വാർഷികവും എന്ന ഒരു ചടങ്ങിലേക്കൂടെയാണ് അത് ആഘോഷിക്കുന്ന ഒരു ചടങ്ങിലേക്കൂടെയാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. എന്നിരുന്നാൽ കൂടിയും ആമുഖമായി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം ജീവിച്ച് കാണിച്ച നമുക്കൊരു മാതൃകയാണ് കടന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്രകാരമായിരുന്നു അത് ഇവിടെ നമ്മൾ ഈ കൊച്ചിൻ കേരളത്തിൽ അത് ഈ കൊല്ലത്ത് രൂപീകരിച്ച് കേരളത്തിലൊരിടത്തും എപ്രകാരം ഒരു സംഘടന ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഇങ്ങനൊരു സംഘടനകൾ ആശയങ്ങൾ നമ്മൾ ഈ ഒരു സംഘടന വഴി അത് നമ്മൾ പകർന്നു നൽകണം എന്നുള്ളൊരു സതുദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു സംഘടന രൂപീകരിച്ചത്. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാട് ഞാൻ സഹിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഈ നമ്മുടെ സംഗീത പരിപാടികളും കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ കൂടി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഇതിന് വേദിയിലില്ലെങ്കിലും നമ്മളുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന സെക്രട്ടറി മഞ്ജുഷയാണ്. മഞ്ജുഷ പുതുതായി മെമ്പറാണെങ്കിൽ പോലും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എല്ലാ കഴിവുകളും തെളിയിച്ച ഒരു സെക്രട്ടറിയാണ്. സജീവമല്ലാത്തവരെ കൂടി സജീവമാക്കുന്നതിനുള്ളൊരു പ്രത്യേക കഴിവ് മഞ്ജുഷയ്ക്കുണ്ട്. മഞ്ജുഷയ്ക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ അതിഥി എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ സംഘടന 2020 രൂപം കൊണ്ടപ്പോൾ ഞാൻ ആദ്യം ടീച്ചറെയാണ് വിളിക്കുന്നത്. ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ നമുക്ക് ഇന്ന സംഘടന തുടങ്ങണം, അത് SPB സാറിൻ്റെ പേരിലാണ്. അപ്പോൾ സാറിനോടുള്ള ആ ഒരു സ്നേഹം എന്നും മരിക്കോളം നമുക്കിത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്കിങ്ങനൊരു സംഘടന കേരളത്തിൽ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങണം
എന്ന് പറഞ്ഞപ്പം അതിന് വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ, അപ്പോൾ അതിൻ്റെ വരും വരായികൾ നേരത്തെ കൂട്ടി കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്കിൽ തന്നെയും ഞാൻ തിരുവനന്തപുരത്താണ് ഷാജു, അത് അവിടെ തുടങ്ങി എനിക്ക് എപ്പോഴും വരാൻ പറ്റുമോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും അവസാനം അത് സമ്മതിച്ചു. അങ്ങനെ ഞാനത് ചരൺ സാറിന് റിപ്പോർട്ട് ചെയ്തു, SP ചരണിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടും ഏബിളായിട്ടുള്ള ഒരാളാണ്, നമുക്ക് അനുയോജ്യമായ ഒരാളാണ്, മാഡത്തിനെ എനിക്ക് അറിയാം, പക്ഷെ എന്നെ അറിയാമായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ തുടർന്നുള്ള 4 ഇപ്പോൾ 5ാമത്തെ വർഷവും നമ്മളോടൊപ്പം ആത്മാർത്ഥമായി ഇന്ത്യയിലല്ല എങ്കിൽ പോലും നമ്മളൊരു മെസ്സേജ് ചെയ്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് മാഡത്തിനോട് അല്ലെങ്കിൽ ടീച്ചറിനോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിയിച്ചാൽ അതിന് മറുപടി തരുവാനും ആ കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിന് ഒരു കയ്യടി ടീച്ചറിന് കൊടുത്തേ പറ്റും. ഒരിക്കൽ കഴിഞ്ഞ വർഷം അദ്ദേഹമൊക്കെ ഞങ്ങൾ SP സാറിൻ്റെ ഒരു ഫാമിലി ഒരു ഗ്രൂപ്പുണ്ട്, അതിലെ അംഗങ്ങളാണ്. അദ്ദേഹത്തിനെ പോലെ തന്നെ എനിക്കും അവിടെയും ഒരു സീറ്റുള്ളതാണ് ചെന്നാൽ. അതിനും എനിക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ് അദ്ദേഹം. എൻ്റെ സ്നേഹിതനും എൻ്റെ ഗുരുവും എന്ത് വേണേലും പറയാം. ആ ഒരു തരത്തിൽ എപ്പോൾ വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും മറുപടിയും എൻ്റെ ഉപദേശങ്ങളും ഒക്കെ തരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എനിക്ക് പരിചയപ്പെടുത്തുന്ന പോലും അഫ്സലാണ്, ഗായകൻ അഫ്സൽ അല്ലേ. ഒരിക്കൽ അഫ്സലാണ് എന്നെ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. ഏതാണ്ട് 5 വർഷത്തോളമായി. എങ്കിലും ആ ഒരു ബന്ധം ഇന്ന് നിലനിർത്തി നമ്മൾ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ എത്തി. അത് വലിയൊരു സന്തോഷമുണ്ട്, അങ്ങേറ്റം നന്ദിയുണ്ട്. നല്ലൊരു കയ്യടിക്ക് അർഹതപ്പെട്ട ഒരാളാണ്. ഇതിലിരിക്കുന്ന സ്വാഗതം പറഞ്ഞ ശ്രീ സിറിൽ M അവർകൾ, എൻ്റെ പ്രിയ സുഹൃത്തും SPB ഫൗണ്ടേഷൻ എല്ലാമായ ശ്രീ ഷാജു കിളിക്കൊല്ലൂർ അവർകൾ, പിന്നെ എൻ്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ചേച്ചിയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്ന ശ്രീമതി ഭവന രാധാകൃഷ്ണൻ ചേച്ചി. ചലച്ചിത്ര പിന്നണി ഗായിക എന്നതിൽ ഉപരി എല്ലാവർക്കും അറിയാം, ഇവിടെ SN കോളേജിലായിരുന്നു വർഷങ്ങളായിട്ട്. സംഗീതത്തിൽ വലിയ ഉന്നത നിലവാരം ഉള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ചേച്ചിയെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു ഭാവമില്ലാതെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് നല്ല ദൂരദർശനിലാണെങ്കിലും ഒരുപാട് ചേച്ചി പാടിയിട്ടുള്ള നല്ല നല്ല പാട്ടുകൾ, ലളിതഗാനങ്ങളും. അതിലുപരി നമുക്കെല്ലാവർക്കും അറിയാം എന്നോടെന്തിനീ പിണക്കം എന്നുള്ള പാട്ട്. ആ ഒരു പാട്ട് മതി നമുക്ക് എന്നും ഒരാളെ ഓർക്കാനായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു പാട്ട് പാടിയ പ്രിയപ്പെട്ട ശ്രീമതി ഭാവന ചേച്ചി, അതുപോലെ തന്നെ നമുക്ക് ചിരഞ്ജീവികൾ ധാരാളമുണ്ട്. നമ്മൾ ഓണം ആഘോഷിക്കുന്ന ഒരു ചിരഞ്ജീവിയുടെ പേരില്ല മഹാബലി. 7 ചിരഞ്ജീവികളാണുള്ളത്. അനശ്വരനായ ചിരഞ്ജീവി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുടെ ഓർമ്മ ദിനത്തിൽ നാം ഒത്തുകൂടി. ഇപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായി ഒത്തുകൂടി. ഏറ്റവും നല്ല പാട്ടുകൾ പാടി. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ഈ വിശിഷ്ടാതിഥികൾ കേൾക്കാൻ പറയാണ്, 2 പേര് മാത്രമേ ഉള്ളൂ ഗ്രൂപ്പിൽ പാടാൻ അറിയാത്ത ആളുകൾ. ഒന്ന് ഞാനാണ്, ഒന്ന് ആളാരെന്ന് പറയില്ല. 2 പേരേ ഉള്ളൂ ഗ്രൂപ്പിൽ പാടാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ അത്ര ധന്യമായ ഒരു ഗ്രൂപ്പാണ്. ഇന്ന് പാടിയ പാട്ടുകൾ ആരാണ് മെച്ചമെന്ന് നിശ്ചയിക്കാൻ കഴിയണില്ല, അത്ര ഭംഗിയായി പാടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര വലിയ കാറ്റും എത്ര വലിയ കോളും എത്ര വലിയ പേമാരിയും വന്നാലും മുന്നോട്ട് വെച്ചത് മുന്നോട്ട് തന്നെ എന്ന് പറയാൻ ഞങ്ങൾക്ക് ക്യാപ്റ്റൻ ഉണ്ട്. ആരാ ക്യാപ്റ്റൻ? അതാണ് മിസ്റ്റർ ഷാജു. എന്തായാലും സംഗീതത്തിൻ്റെയും SPBയുടെയും തന്തുവിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ ദിനം ഞങ്ങൾ നന്നായി ആഘോഷിച്ചു. ഇതിൻ്റെ ഓർമ്മകൾ അടുത്ത ഓണം വരെയും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും, ഉണ്ടാകണം, ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, സ്നേഹം.
പിന്നെ അടുത്ത നമ്മുടെ